ഓം നമോ ഭഗവതേ സായീശ്വരായ. ശ്രീ സത്യസായി ഭാഗവതം. അക്ഷയപാത്രം. വീണ്ടും 9 ചെറുപ്പക്കാർ, എല്ലാവരും നല്ല പഠിപ്പുള്ളവർ. ചിലർ തങ്ങളുടെ വിഷയങ്ങളിൽ ഡോക്ടറേറ്റും എടുത്തിട്ടുണ്ട്. 9 പേരും ആധ്യാത്മിക പാതയിൽ വളരെ പുരോഗമിച്ചവരും. നേപ്പാളിൽ നിന്നും ബീഹാറിലെ മിഥില ജില്ലയിൽ നിന്നുമാണ് അവർ ബാംഗ്ലൂരിൽ സായി സന്നിധിയിലെത്തിയത്. അവരുടെ കൂടെ 2 സന്യാസിമാരും ഉണ്ടായിരുന്നു. സ്വാമി വാമദേവ, സ്വാമി പ്രജാനന്ദ. ഇരുവർക്കും 108 വയസ്സുണ്ട്. ഭഗവാൻ 11 പേർക്കും അഭിമുഖം നൽകി. ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ചെറുപ്പക്കാർ മാതാപിതാക്കളെ കണ്ട് ആധ്യാത്മിക ജീവിതത്തിലേക്കുള്ള അനുവാദം വാങ്ങി തിരിച്ചെത്തി. 2 ആഴ്ച ഭഗവാന്റെ അതിഥികളായി അവർ താമസിച്ചു. സ്വാമി അവർക്ക് ധാരാളം ആധ്യാത്മിക നിർദ്ദേശങ്ങൾ നൽകി. പ്രശാന്തി നിലയത്തിൽ വെച്ചുള്ള അഭിമുഖത്തിൽ ഭഗവാൻ അവരോട് അരുളി. ദ്വാപരയുഗത്തിൽ സൂര്യഭഗവാൻ ധർമ്മജനെ അനുഗ്രഹിച്ചു. അവർക്ക് അക്ഷയപാത്രം നൽകി. ദ്രൗപദി ആ ദിവ്യപാത്രത്താൽ ധാരാളം പേർക്ക് അന്നദാനം നടത്തി. ഞാൻ ഇന്ന് നിങ്ങൾക്ക് സമ്മാനിക്കാൻ പോകുന്നത് ഏറെ വിശേഷപ്പെട്ട ഒന്നാണ്. നിങ്ങൾക്ക് വിശക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞാൽ മതി. നിങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം എൻ്റെ ഇച്ഛയാൽ അതിൽ നിറയും. പാചകം ചെയ്തതും അല്ലാത്തതുമായ ആഹാരം അതിൽ ലഭിക്കും. പാൽ, ജ്യൂസ്, ഫലങ്ങൾ എല്ലാം ആ പാത്രം സമ്മാനിക്കും. യാത്രയാകൂ. ഹിമാലയ പ്രാന്തത്തിലുള്ള നരനാരായണ ഗുഹയിൽ പോയി തപം ചെയ്യൂ. ഇത്രയും അരുളിയ ശേഷം സ്വാമി തൃക്കരം ചലിപ്പിച്ചു. ദിവ്യമായ ഒരു പാത്രം, അക്ഷയപാത്രം അവിടെ പ്രത്യക്ഷമായി. ഭഗവാൻ അത് അവർക്ക് സമ്മാനിച്ചു. ആ സംഘം ഹിമാലയത്തിലേക്ക് യാത്രയായി. നേപ്പാളിൽ കുറച്ചുകാലം താമസിച്ചു. ധ്യാനപൂർണതയ്ക്കായി അവർ വീണ്ടും യാത്ര തുടർന്നു. ബദരിയിൽ തൊഴുതു. പിന്നീട് ഉർവശി കുണ്ടിലെത്തി. 18,000 അടിമുകളിൽ. ഋഷി ഗംഗയുടെ പടിഞ്ഞാറാണിത്. ഒരു ദിവസം അവർ രാവിലെ പത്മാസനസ്ഥരായി ധ്യാനത്തിൽ അമർന്നു. പൊടുന്നനെ അവർ എല്ലാം വിസ്മരിച്ചു. അഗാധമായ സമാധി അനുഭവത്തിലേക്ക് അവർ പ്രവേശിച്ചു. 18 ദിവസമാണ് ആ സമാധി അവസ്ഥ നീണ്ടത്. പിന്നീട് അവർ ഭഗവാൻ പരാമർശിച്ച നരനാരായണ ഗുഹയിലെത്തി. അവിടെ നിന്ന് 20 അടി കൂടി മുകളിലായിരുന്നു ആ പുണ്യകേന്ദ്രം. നരനാരായണ ഗുഹ ദിവ്യമായിരുന്നു. ശുദ്ധജലം ആവശ്യത്തിനുണ്ട്. അവർ ഗുഹ സ്വാമിയുടെ ശ്രീകോവിലാക്കി. അക്ഷയപാത്രം ഭഗവാന്റെ തൃപ്പാദത്തിൽ വെച്ചു. പിന്നീട് ജപധ്യാനാദികളിൽ മുഴുകി. രാവിലെ 2-ന് ഉണരും. കുളി കഴിഞ്ഞ് ജപം, ഭജന എല്ലാം കഴിഞ്ഞ് 4 മണിക്ക് ഭഗവാന് ആരതിയെടുക്കും. അതിനുശേഷം അക്ഷയപാത്രം തുറക്കുമ്പോൾ അതിനകത്ത് അവർക്ക് ആവശ്യമുള്ളത്ര ആഹാരം നിറഞ്ഞിരിപ്പുണ്ടാവും. വൈകിട്ട് 8 മണിക്ക് പൂജാദികൾ കഴിഞ്ഞ് പാത്രം തുറന്നു നോക്കിയാൽ തിളച്ച പാൽ കാണാം. അക്ഷയപാത്രം അവർക്ക് ആഹാരം ചുരത്തിക്കൊണ്ടേയിരുന്നു. ഒരിക്കൽ 70 മണിക്കൂർ നീണ്ട സമാധിയിൽ മുഴുകി. അന്നവർക്ക് അക്ഷയപാത്രം സമ്മാനിച്ചത് പഴച്ചാറ്. നീണ്ട ഉപവാസത്തിനു ശേഷം പഴസത്താണല്ലോ ഉത്തമം. ഈ വിധം ഭഗവാൻ മാതൃഹൃദയത്തോടെ അവരെ പരിപാലിച്ചു പോന്നു. മാസത്തിലൊരിക്കലെങ്കിലും ഭഗവാൻ ബാബ അവിടെ ചെല്ലുകയും സാധനയിൽ അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുമായിരുന്നു. ഭഗവാൻ ബാബ അയച്ച സാധകരാണെന്നറിഞ്ഞ് സമീപ പ്രദേശത്തുള്ള യോഗികൾ നരനാരായണ ഗുഹ സന്ദർശിക്കാൻ ചെല്ലുമായിരുന്നു. അതിൽ 500-ഉം 1000-ഉം വർഷം പ്രായമുള്ളവരും ഉണ്ടായിരുന്നു. ഭഗവാന്റെ അക്ഷയപാത്രം അവർക്കെല്ലാം അമൃത സമാനമായ ആഹാരം സമ്മാനിച്ചു. കടാക്ഷം അന്നും ഇന്നും. ഭഗവാൻ കാക്കിനാടയിൽ പോയ സമയം വലിയൊരു മൈതാനം. 3 പാതകൾ കൂടുന്ന ദിക്കിലാണ് അത്. അവിടം മുഴുവനും ജനം. നിരത്തുകളിലും മതിലുകളിലും വൃക്ഷങ്ങളുടെ തുഞ്ചത്തും കെട്ടിടങ്ങളുടെ മുകൾ ഭാഗങ്ങളിലും ഉറുമ്പ് പോലെ ജനം പൊതിഞ്ഞിരിക്കുന്നു. ആകാംക്ഷാഭരിതരായിരുന്നു എല്ലാവരും. ഭീമാകാരം പൂണ്ടു നിൽക്കുന്ന ആ ജനതതിയെ നോക്കി ഭഗവാൻ പുഞ്ചിരിച്ചു. പിന്നീട് അവിടുന്ന് കരുണയാലെ എല്ലാവരെയും നോക്കി. ഏകദേശം 5 മിനിറ്റ് കൊണ്ടാണ് അവരെ എല്ലാം നോക്കി തീർന്നത്. അതിനുശേഷം അതിഗംഭീരമായ ഗംഗാപ്രവാഹം പോലെയുള്ള സംഭാഷണം. പിന്നീട് സ്വാമി വിട പറഞ്ഞു. തിരിച്ചു പോകവേ ഭഗവാൻ കസ്തൂരിയോട് ചോദിച്ചു, പ്രഭാഷണത്തിന് മുമ്പ് ഞാൻ ചെയ്തത് നീ ശ്രദ്ധിച്ചുവോ? സ്വാമി എല്ലാവരെയും കരുണാപൂർവ്വം കടാക്ഷിച്ച വിവരം കസ്തൂരി പറഞ്ഞു. ഞാൻ എന്തിനാണ് അങ്ങനെ നോക്കിയതെന്ന് നിനക്കറിയുമോ? സ്വാമി ചോദിച്ചു. ഭഗവാൻ വിശദമാക്കി. ആ കെട്ടിടങ്ങൾക്കും വൃക്ഷങ്ങൾക്കും അത്രയേറെ ഭക്തന്മാരെ താങ്ങാനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല. അത് ഏതു നിമിഷവും തകർന്നു താഴെ വീഴാം. അങ്ങനെ സംഭവിക്കരുത്. അതിനായി
പരിപാടി തീരും വരെ അവരെ താങ്ങി നിർത്താനുള്ള ശക്തി ഞാൻ അവയിലേക്ക് പകരുകയായിരുന്നു. അതിനാണ് ഞാൻ എല്ലായിടത്തും ദൃഷ്ടി പതിപ്പിച്ചത്. കസ്തൂരി ആ വിവരണം കേട്ട് അന്ധാളിച്ചുപോയി. ശ്രീമദ് ഭാഗവതത്തിൽ മറ്റൊരു രംഗം കാണാം. യുദ്ധക്കളം. യുദ്ധത്തിനു മുമ്പ് ഭഗവാൻ ശ്രീകൃഷ്ണൻ തേർത്തട്ടിൽ നിന്ന് കുരുക്ഷേത്ര യുദ്ധത്തിലെ കൗരവപ്പടയെ മുഴുവനും നോക്കി. അതിന്റെ രഹസ്യം ഭീഷ്മർ വെളിപ്പെടുത്തി. അങ്ങ് ആ നോട്ടം കൊണ്ട് കൗരവസേനയുടെ ആയുസ് ഹരിച്ചു കളഞ്ഞു. യുദ്ധം വിജയിച്ചു കഴിഞ്ഞു. ശ്രീകൃഷ്ണൻ അർജുനോട് പറയുന്നുണ്ട്, ഞാൻ എല്ലാവരെയും വധിച്ചു കഴിഞ്ഞു, നീ നിമിത്തം മാത്രം. ദ്വാപരയുഗത്തിൽ ആ കടാക്ഷം ഹനിക്കാനായിരുന്നുവെങ്കിൽ കലിയുഗത്തിൽ സായി കൃഷ്ണ കടാക്ഷം അനുഗ്രഹിക്കാനായിരുന്നു. ഓം തത് സത്ത്.